പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി സതീശനിൽ ഞാൻ കണ്ടിരുന്ന ഒരു കഴിവെന്ന് പറയുന്നത് ഒരു നുണയെ സത്യമെന്ന രീതിയിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവായിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആകുമ്പോഴെങ്കിലും ഇദ്ദേഹം ഈ നുണ പറയുന്ന പരിപാടി അവസാനിപ്പിക്കും എന്ന് ഞാൻ കരുതി. പക്ഷേ മുഖ്യമന്ത്രി ആയ ശേഷവും നുണ വീണ്ടും ഒരു സത്യം എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസ്യൻ തന്ത്രം വീണ്ടും വീണ്ടും പയറ്റുകയാണ്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി സതീശൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏത് രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഇദ്ദേഹം പറയുന്നതിനിടയിൽ കഴിഞ്ഞ സർക്കാർ, അതായത് LDF സർക്കാർ PM ശ്രീ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു നുണയും, രണ്ടാമത് PM ശ്രീയിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടുവെന്നും അതുകൊണ്ട് ഇതിനി തുടരുകയല്ലാതെ വേറെ മാർഗമില്ല, നമ്മൾ നിർബന്ധിതരായി മാറിയിരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള പല പേരുനുണകൾ, കള്ളങ്ങൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. സത്യത്തിൽ വി സതീശൻ കോൺഗ്രസ് നേതാവ് തന്നെയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്നത് സത്യത്തിൽ UDF തന്നെയല്ലേ? വല്ല BJP സംഘപരിവാറാണോ എന്ന് സംശയം തോന്നി പോവുകയാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാണുമ്പോൾ. എന്തായാലും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ നുണ കാണാം, ശേഷം ശിവൻകുട്ടിയുടെ അടക്കം പല പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കാനുണ്ട്. ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. നമ്മുടെ കയ്യിലുള്ളത് ഈ പദ്ധതി PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സർക്കാർ, LDF സർക്കാർ കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ കോപ്പിയാണ്. ഇതിനോടൊപ്പം തന്നെ എല്ലാ മാധ്യമങ്ങളിലും ആ കത്ത് ലഭിച്ചു കഴിഞ്ഞു, മാധ്യമങ്ങൾ അത് പുറത്തു വിട്ടും കഴിഞ്ഞു. അതായത് നവംബർ 12 അന്നത്തെ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള K വാസുകി കേന്ദ്രത്തിന് അയച്ച കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? PM ശ്രീ നടപ്പാക്കുന്നതിന്റെ ആശങ്കയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആശങ്ക പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചെന്നും സമിതി റിപ്പോർട്ട് വരുന്നതുവരെ ധാരണാപത്രവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും കത്തിൽ പറയുന്നു. അതിനാൽ PM ശ്രീ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷമേ തുടർ നടപടികൾ ആലോചിക്കൂവെന്നുമാണ് കത്തിന്റെ ഉള്ളടക്കത്തിൽ പറയുന്നത്. നോക്കൂ, എത്ര ഗംഭീരമായാണല്ലേ വി സതീശൻ നുണ പറഞ്ഞിട്ടുള്ളത്. ആർക്കു വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി നുണ പറഞ്ഞിട്ടുള്ളത്? സംഘികൾക്കും സംഘപരിവാരങ്ങൾക്കും BJPക്കും വേണ്ടിയല്ലേ? അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടുള്ളത്? ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നുണ പറയാമോ മിസ്റ്റർ വി സതീശൻ? ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. PM ശ്രീ പദ്ധതിയെ പറ്റി ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കുന്ന ഘട്ടത്തിലുമാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഈ കുറിപ്പ്. PM ശ്രീ സ്കൂൾ പദ്ധതിയും സമഗ്ര ശിക്ഷാ പദ്ധതിയും രണ്ട് വ്യത്യസ്ത പദ്ധതികളാണ്. എന്താണ് സമഗ്ര ശിക്ഷാ പദ്ധതി? സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രാകൃത, തുല്യത, ഗുണത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി നടത്തിവരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സമഗ്ര ശിക്ഷ, അതായത് SSK. എന്താണ് PM ശ്രീ സ്കൂൾ പദ്ധതി? 2020 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കി ദേശീയ വിദ്യാഭ്യാസ നയം ഷോക്കേസ് ചെയ്യുന്ന എക്സംപ്ലർ സ്കൂളുകൾ ആയാണ് PM ശ്രീ സ്കൂളുകളെ കേന്ദ്രം വിവരിക്കുന്നത്. എന്താണ് പ്രശ്നം? 2022 മുതൽ PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. 2023-24 മധ്യത്തോടെ പ്രസ്തുത ധാരണാപത്രം ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾക്കുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് മരവിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 3 പ്രാവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നേരിട്ടും വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യവും കത്ത് മുഖേന നിരവധി തവണ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ചർച്ച നടത്തിയെങ്കിലും സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഫണ്ട് തരാൻ അവർ തയ്യാറായില്ല. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ ജീവനക്കാരുടെ ശമ്പളം, അത്യാവശ്യം നടത്തേണ്ട പരിപാടി തുടങ്ങിയവയ്ക്കുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ തന്നെ നൽകി. ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ് തൽക്കാലം ധാരണാപത്രം ഒപ്പിട്ട് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഫണ്ട് വാങ്ങുക, PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയത്. ഇനി നാൾവഴികൾ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2025 ഒക്ടോബർ 23 PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടു. ഇതിനെ തുടർന്ന് PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ പ്രവേശിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. ഉടനെ അത് കഴിയില്ല എന്ന് സംസ്ഥാനം മറുപടി കൊടുത്തു. എന്ന് മാത്രമല്ല, ഇതുവരെയും PM ശ്രീ സ്കൂളുകൾ തുടങ്ങുവാനുള്ള യാതൊരു നടപടിയും കേരളം സ്വീകരിച്ചിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടാൽ
മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നവംബർ 4 കേന്ദ്രം സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ, അതായത് SSKയുടെ 2025-26 ഒന്നാം ഗഡുവായി 92.41 കോടി രൂപ അനുവദിച്ചു. നവംബർ 10 പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീ സ്കൂൾ പദ്ധതിയും നടപ്പിലാക്കുകയില്ല, പക്ഷേ SSKയുടെ ഫണ്ട് അനുവദിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. PM ശ്രീ സ്കൂൾ തുടങ്ങാതെ ഇനി SSKയുടെ ഫണ്ട് അനുവദിക്കുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും LDF ഘടകകക്ഷികളുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും ധാരണാപത്രം നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും നവംബർ 12 ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. 2026 നവംബർ മാസം തന്നെ സംസ്ഥാന സർക്കാർ 2023-24, 24-25 വർഷങ്ങളിലെ സ്കൂൾ യൂണിഫോം, പാഠപുസ്തകം തുടങ്ങിയവയ്ക്ക് ചെലവായ തുക റീഇംബേഴ്സ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പ്രപ്പോസൽ സമർപ്പിക്കുകയും നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. 2026 മാർച്ച് 27 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പാഠപുസ്തകം, യൂണിഫോം എന്നിവയുടെ തുക റീഇംബേഴ്സ് ചെയ്യാനായുള്ള പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് മീറ്റിംഗ് നടന്നു. മാർച്ച് 30 ഈ മീറ്റിംഗിന്റെ മിനിറ്റ്സ് ലഭിച്ചു. പാഠപുസ്തകത്തിനും യൂണിഫോമിനുമായി 2023-24, 2024-25 വർഷങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന കേന്ദ്രവിഹിതം, അതായത് 60%, 129.72 കോടി രൂപയായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്രം ഈ ഇനത്തിൽ 23.31 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. പക്ഷേ ആ തുക റിലീസ് ചെയ്തത് ഇനി പറയും പ്രകാരമാണ്. റീംബേഴ്സ്മെന്റ് ഇനത്തിൽ അനുവദിച്ച തുക 23.13 കോടി രൂപ. 2025-26 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് അനുവദിച്ച തുകയുടെ കേന്ദ്രവിഹിതം 76.13 കോടി രൂപ. മാർച്ച് 30 മിനിറ്റ്സിൽ നടത്തിയ അഡ്ജസ്റ്റ്മെന്റ് 2025-26 വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അനുവദിച്ച തുകയുടെ കേന്ദ്രവിഹിതമായ 76.14 കോടി രൂപയുടെ കൂടെ മാർച്ച് 30 മിനിറ്റ്സിൽ അനുവദിച്ച 23.13 കോടി രൂപ കൂടി കൂട്ടി ആകെ 99.27 കോടി രൂപ. ഈ 99.27 കോടി രൂപ SSKക്ക് ഒന്നാം ഗഡുവായി അനുവദിച്ച 92.41 കോടി രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ബാക്കി 6.86 കോടി രൂപ റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ മിനിറ്റ്സോടെ PM ശ്രീ സ്കൂൾ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്ര സർക്കാർ SSKക്ക് നൽകിയ ഫണ്ടിന് പോലും പ്രസക്തിയില്ലാതായി. കാരണം പ്രസ്തുത ഫണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും നൽകേണ്ട യൂണിഫോം, പാഠപുസ്തകം എന്നീ ഇനങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് കൊണ്ട് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ കേരളത്തിന് തന്നിട്ടില്ല. മറിച്ച് കുട്ടികളുടെ അവകാശങ്ങൾക്ക് മാൻഡേറ്ററി ആയി നൽകേണ്ട തുകയാണ് നൽകിയത്. തമിഴ്നാടിനും ഇത്തരത്തിൽ റീഇംബേഴ്സ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് ഫയൽ ചെയ്ത കേസിൽ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. അത്തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. മാർച്ച് 31 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മിനിറ്റ്സ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം കത്തു നൽകി. തുടർന്ന് മെയ് 20 നടന്ന പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് മീറ്റിംഗിൽ പാഠപുസ്തകം, യൂണിഫോം എന്നീ ഇനത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട ബാക്കി തുകയായിട്ടുള്ള 106.58 കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മുൻ സർക്കാർ നിർത്തിവെച്ച PM ശ്രീ സ്കൂൾ പദ്ധതി തുടരണോ വേണ്ടയോ എന്നത് UDF സർക്കാരിന്റെ തീരുമാനമാണ്. മുൻ സർക്കാരിന് PM ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഫണ്ട് ലഭിച്ചു. അതുകൊണ്ട് ഈ സർക്കാരും അത് തുടരണമെന്ന വാദം തികച്ചും കള്ളമാണ്. PM ശ്രീ ഫണ്ട് വാങ്ങുന്നത് പോയിട്ട് ഏതൊക്കെ സ്കൂളുകളാണ് ഈ പദ്ധതിയിൽ വരേണ്ടത് എന്നുള്ള കാര്യം പോലും ഇടതു സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. മറിച്ച് SSKക്ക് ലഭിച്ച ഫണ്ടാകട്ടെ PM ശ്രീയുമായി യാതൊരു ബന്ധവുമില്ലാത്തതും മാൻഡേറ്ററി ആയി ലഭിക്കേണ്ടതുമാണ്. സർക്കാരുകൾ തുടർച്ചയാണ്. അതുകൊണ്ട് മുൻ സർക്കാർ ചെയ്തത് നിലവിലുള്ള സർക്കാർ തുടരേണ്ടതുണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒളിപ്പിക്കുന്നത് മുൻ സർക്കാർ ഈ പദ്ധതി നിർത്തിവെച്ചു കഴിഞ്ഞു എന്നതാണ്. PM ശ്രീ പദ്ധതിയിൽ 2 ഇളവുകൾ തേടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി കണ്ടു. എത്ര വിദഗ്ധമായാണ് വസ്തുതകൾ മൂടിവെക്കുന്നതെന്ന് അതിശയിച്ചു പോയി. 1. കരിക്കുലം സംസ്ഥാനത്തിന് തയ്യാറാക്കാൻ ആകണം എന്ന് ആവശ്യപ്പെടും. 2. PM ശ്രീ നടപ്പാക്കുന്ന സ്കൂളുകളെ സംസ്ഥാനം തിരഞ്ഞെടുക്കും. ഈ രണ്ടും നിലവിൽ PM ശ്രീയിൽ സാധ്യമാണ് എന്നതാണ് വസ്തുത എന്നാണ് എന്തായാലും നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര തന്ത്രപരമായാണല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനുള്ള വിധേയത്വം നമ്മൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുകയാണ്. എല്ലായിടങ്ങളിലും സംഘികളെയും സംഘപരിവാരങ്ങളെയും BJP-കാരെയൊക്കെ കുത്തിക്കയറ്റുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും, ഇത് ചെയ്യില്ല, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും വലിയ ചേഞ്ച് സത്യത്തിൽ പ്രതീക്ഷയില്ല കേട്ടോ. എന്തായാലും BJP-കാര് പേടിക്കണ്ട. BJP-കാര് പ്രതീക്ഷിച്ചത് പോലുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്രത്തെ ഒരു രീതിയിലും വിമർശിക്കാത്ത, കേന്ദ്രത്തെ തഴുകി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ മുട്ടിലിഴയുന്ന ഒരു ഭരണം ആദ്യമായി കാണുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.